ഞാൻ ലയൺ കിങ് കണ്ടേ. ഹ്യൂമൻ ഇമോഷനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ആനിമൽ. 90കളിൽ ജനിച്ച ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു നൊക്ലാച്ചി എന്ന് പറയുന്ന ആ സാധനമാണ്. പ്രത്യേകിച്ച് ഈ 90s ജനിച്ച നമുക്ക് ഈ ലയൺ കിങ് എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രീക്വലാണത്. മുഫാസയുടെ കഥ എന്തെന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ ഈ സ്കാർ എന്ന് പറയുന്ന ക്യാരക്ടർ എന്തുകൊണ്ട് അതൊരു വില്ലൻ രീതിയിലേക്ക് മാറി എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന മൊത്തത്തിലൊരു വൈബ് പടം. നമുക്കൊരു നൊസ്റ്റോളജി ഫീലിംഗ് ഒക്കെ വരുത്തുന്ന രീതിയിലുള്ള ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കാണാൻ പറ്റുന്ന 90s, പ്രത്യേകിച്ച് 90s ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു കിടിലം ആനിമേഷൻ സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻലി എന്താ പറയുക, കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റും പ്രത്യേകിച്ച് മുഫാസ, അതേപോലെ തന്നെ ആ സ്കാർ എന്ന് പറയുന്ന പുള്ളി എങ്ങനെ സ്കാർ ആവുന്നു എന്നുള്ളതും ഒക്കെയാണ് ഇതിൽ മെയിൻലി കാണിച്ചേക്കുന്നത്. ഒരു പ്രീക്വൽ എന്ന രീതിയിൽ മസ്റ്റ് വാച്ച് ആയിട്ട് എന്ന് പറയും. തിയേറ്റർ മുതലാണ് സാധനം. വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷേ 3Dക്ക് വേണ്ടി എടുത്തൊരു സിനിമയായിട്ട് തോന്നില്ല. അങ്ങനെയുള്ള എഫക്റ്റ് അല്ല കൂടുതൽ. ഇമോഷൻസും പിന്നെ അവർ ആ മുമ്പത്തെ സ്റ്റോറി പറയാൻ കാണിച്ചിട്ടേക്കുന്ന ഒരു സാധനവും ഇനി കൂടുതലും നമുക്ക് 90കളിൽ ജനിച്ച ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൊക്ലാച്ചി എന്ന് പറയുന്ന ആ സാധനമാണ്. അതിനുവേണ്ടി കാണാം, മസ്റ്റ് വാച്ച്. ഞാൻ ലയൺ കിങ് കണ്ടേ. ഇറ്റ് വാസ് നൈസ് ആൻഡ് ഓവറോൾ എ ഗുഡ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ദ ഫാദർ ലയൺ മുഫാസ ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. ഇറ്റ്സ് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ. ദി വിഷ്വൽസ് വെർ ഗുഡ്. ആ കൺഫ്യൂഷൻ വരുന്ന അകപ്പാടെ ആ സ്കാർ നമുക്ക് ലാസ്റ്റ് മനസ്സിലാവുന്നത് അത്രേ ഉള്ളൂ. Was the first part, this is the second part. It's good. It has a lot of songs which are like not related to the scenes, so that's the only drawback, but the rest is good. Overall it's a good movie. മുഫാസ കൊള്ളായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, പ്രീക്വലായിരുന്നു ഇത്. ആക്ച്വലി നല്ല മൂവിയായിരുന്നു, രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഓഫ്കോഴ്സ് ഗ്രാഫിക്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സ്കാർ എന്ന് പറയുന്ന ഫസ്റ്റിലെ ഓപ്പോസിറ്റ് ക്യാരക്ടറിനെ കുറച്ചുകൂടി ന്യായീകരിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ വില്ലൻസ് ആർ നോട്ട് ബോൺ, ദേ ആർ ക്രിയേറ്റഡ് അല്ലെങ്കിൽ ദേ ആർ മേഡപ്പ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ജസ്റ്റ് ഈ ഹ്യൂമൻ ഇമോഷനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ആനിമൽ മൂവിയായിരുന്നു. ഫസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഓൾറെഡി ആനിമേഷൻ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ സ്റ്റോറി എല്ലാം നമുക്ക് അറിയാമായിരുന്നു. ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കണ്ടുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു.